അസ്സലാമു റമദാൻ കരീം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റമദാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിന് ശൈത്താൻ എല്ലാം കെട്ടിവെച്ചിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടാവും. നമ്മളെല്ലാം ടോട്ടലി ഒന്ന് മാറണം, നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം റബ്ബായിട്ട് ഒന്ന് എടുക്കണം, പള്ളിയായിട്ട് എടുക്കണം, ഖുറാനായിട്ട് എടുക്കണം, നമ്മളെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വരും. ആ വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒപ്പിച്ച് നാളെ കറക്റ്റ് എന്ത് ചെയ്യും, സുബൈക്ക് വിളിക്കുന്നുണ്ടാവും, എല്ലാ ജമാഅത്തുകളും കൂടും. ഈ കൂടുന്ന സമയത്ത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ സ്വർഗ്ഗം ഉറപ്പിച്ച് വരുന്ന ടീമുണ്ട്. ഒന്നും തോന്നരുത് അവർക്ക്, കാരണം ചില സ്വർഗ്ഗം ഉറപ്പിച്ച ടീം, അതായത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് പറയുന്നത് വന്നല്ലോ, ഇനിയിപ്പോൾ ഇവനെ കാണണല്ലോ, ഇനിയിപ്പോൾ 30 ഉണ്ടാവില്ലേ, മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ നാട്ടാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങൾ ആൻസർ കൊടുക്കണ്ട, അവരെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കേ വേണ്ട. കാരണം വെച്ചാൽ നിങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തെ അനുകൂലിച്ച് അല്ലെങ്കിൽ ആ മാസത്തിന്റെ ഒരു പവിത്രത മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ മാറാൻ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ പിന്നെ അതിൽ വേറെ ആൾക്കുള്ള ഒരു കോൺസെപ്റ്റ് വെക്കേ വേണ്ട. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ റബ്ബുമായിട്ട് അടുക്കുന്നത്, റബ്ബും നമ്മളായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്, അല്ലെങ്കിൽ നമ്മൾ റബ്ബുമായിട്ടുള്ള ഡീലാണ്. ആ ഡീലിൽ നടക്കൊരാളും വേണ്ട, നമ്മൾ മാത്രം മതി. അതെപ്പോഴും മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂളായിട്ട് പോകുക. കാരണം നിന്റെ കവറിൽ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യില്ലാണ് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ല, നമ്മൾ മാത്രമാണ്, എല്ലാവരും നമ്മൾ മാത്രം. അതുകൊണ്ട് റബ്ബിനോട് അടുക്കാനും നിസ്കരിക്കാനും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. 30 ദിവസം നീ കറക്റ്റായിട്ട് 5 വക്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ ഒരു കഥാക്കാണ്ട് നീ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 31 ദിവസം നീ പിന്നെ വേറെ ആരും നോക്കണം, വേറെ ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ, റബ്ബിനോട് ദുആ ചെയ്യും. റബ്ബ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദുആ ചെയ്തു. അന്ന് ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ ഒരുപാട് കാലം മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ട്. ഈ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മറന്നു. അതുകൊണ്ട് നിനക്ക് നന്നാവണമെന്ന് തോന്നി, നീ നിസ്കരിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചു, അതിനൊന്നും മാറ്റില്ല. ഇത് നിസ്കാരവും റബ്ബിനോട് അടുത്ത് തുടങ്ങിയ വല്ലാത്തൊരു സംഭവമാണ്. ഇത് ഞാൻ മുസാഫിൻ്റെ പറയാണ്ട് പറയുന്നില്ല, ഞാൻ എക്സ്പീരിയൻസ് എന്നൊരു സംഭവമാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കൂടെ കേസ്.